Hi all, welcome to Set Your Life with me. ഇന്നത്തെ ക്ലാസ്സിൽ ദ ഫ്രയേഴ്സ് ടെയിൽ, ദ സമ്മനേഴ്സ് ടെയിൽ ഇത് രണ്ടുമാണ് പറയുന്നത്. സോ നമുക്ക് ദ ഫ്രയേഴ്സ് ടെയിൽ ഫസ്റ്റ് നോക്കാം. വൈഫ് ഓഫ് ബാത്ത് അവരുടെ ടെയിൽ പറഞ്ഞതിന് ശേഷം ഫ്രയറാണ് പിന്നെ വരുന്നത്. ഫ്രയർ ഓഫേഴ്സ് ടു ടെൽ എ സ്റ്റോറി ഓഫ് എ സമനർ. ഒരു സമനറിൻ്റെ സ്റ്റോറി പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഫ്രയർ വരുന്നത്. ബട്ട് ആ ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസിൽ ഒരു സമനർ ഉണ്ട്. അപ്പോൾ ആ സമനർ പറഞ്ഞത് ഓക്കെ സമനേഴ്സിൻ്റെ കഥ പറഞ്ഞോളൂ, ബട്ട് അത് കോംപ്ലിമെൻ്ററി ആയിരിക്കണം. എന്ന് വെച്ചാൽ സമനേഴ്സിനെ നെഗറ്റീവാക്കി കാണിക്കുന്ന ടൈപ്പ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നതെങ്കിൽ തിരിച്ച് എൻ്റെ ചാൻസ് വരുമ്പോൾ ഫ്രയറിനെ ഒരു നെഗറ്റീവ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റോറി ഞാനും തിരിച്ചു പറയും. ഇഫ് ദ ഫ്രയർ പ്രസൻസ് an uncomplimentary tale, Sumner will tell an uncomplimentary tale about friars. The name of the friar is Hubert. He is greedy and often drinks. വളരെ greedy ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. He seduces young girls. അപ്പോൾ ഹ്യൂബർട്ട് എന്നാണ് ഫ്രയറിൻ്റെ റിയൽ നെയിം. There is an archdeacon. Archdeacon എന്ന് പറയുന്നത് സീനിയർ ക്രിസ്ത്യൻ ക്ലറിക്കാണ് ഹു ഹാസ് സം റെസ്പോൺസിബിലിറ്റീസ്. ചേർച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ആളാണ് ആർച്ച് ഡീക്കൺ. ആൻഡ് ഹീ ഈസ് ദ മാൻ ഹു ക്യാരിഡ് ഔട്ട് ദ ലോസ് ഓഫ് ദി ചേർച്ച്. ചേർച്ചിൻ്റെ ലോസ് ഒക്കെ നോക്കി നടത്തുന്നതും ലെച്ചറി എന്ന് പറഞ്ഞാൽ വ്യഭിചാരമാണ്. അതേപോലെ വിച്ച് ക്രാഫ്റ്റ്സ് അറിയാലോ, മന്ത്രവാദം. സോ ലെച്ചേഴ്സിനും വിച്ച് ക്രാഫ്റ്റിനും വേണ്ട പണിഷ്മെൻ്റൊക്കെ കൊടുക്കുന്നത് ആർച്ച് ഡീക്കണാണ്. ഹി ഹാസ് എ സമ്മനർ എന്ന് പറയുന്നത് ഈ ആർച്ച് ഡീക്കൺ കൊടുക്കുന്ന സമൻസൊക്കെ കുറ്റവാളികളിലേക്ക് എത്തിക്കുന്ന ആളാണ് സമനർ. സമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ര മണിക്ക് ആർച്ച് ഡീക്കൻ്റെ മുന്നിൽ അപ്പിയർ ചെയ്യണം, അല്ലെങ്കിൽ പെനാൽറ്റി ഉണ്ട്, അങ്ങനെയുള്ള നോട്ടീസസ് ഒക്കെയാണ് സമൻസ്. അപ്പോൾ അത് കൊണ്ടു കൊടുക്കുന്ന ആളാണ് സമനർ. ബട്ട് ദി സമനർ ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ആർച്ച് ഡീക്കൺ. ആർച്ച് ഡീക്കണിൻ്റെ സ്വഭാവമായിട്ട് നേരെ ഓപ്പോസിറ്റാണ് സമനർ. സമനർ ഇസ് ഇമ്മോറൽ. ഒരു ഇമ്മോറൽ ആയിട്ടുള്ള മനുഷ്യനാണ് സമനർ. ആൻഡ് ഹി ലവ്സ് ടു ഡിസ്കവർ ലെച്ചേഴ്സ്. എവിടെയെങ്കിലും വ്യഭിചാരം നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും ആർച്ച് ഡീക്കണോട് പറയാനും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സമനർ. വൺ ഡേ ദി സമനർ ഇസ് ട്രാവലിംഗ് ടു ആൻ ഓൾഡ് വുമൺ. ലെക്ചറി ചെയ്തിട്ടുള്ള ഒരു ഓൾഡ് വുമണിന് അവർക്ക് വേണ്ട നോട്ടീസ് കൊടുക്കാൻ വേണ്ടി സമനർ പോവാണ്. ഹി മീറ്റ്സ് എ യോമാൻ. ഒരു യോമാനെ മീറ്റ് ചെയ്യുന്നു. ആൻഡ് ദ സമനർ ആസ്ക്സ് ദ യോമാൻ അബൌട്ട് ഹിസ് ഹൗസ്. എവിടെയാണ് വീട്, എന്താണ് ജോലി, എങ്ങനെയാണ് ഹി മേക്സ് മണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ യോമാനോട് ഈ സമനർ ചോദിക്കുകയാണ്. ബിക്കോസ് സമനർ എന്ന് പറയുന്ന ഒരു ചീറ്റർ ആണ്. സോ പിന്നീട് ഒരു ചാൻസ് കിട്ടുമ്പോൾ ആ യോമാനെ കൊടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണി, ഗോൾഡ്, സിൽവർ ഇതൊക്കെ മോഷ്ടിക്കാനോ ഒക്കെ ഒരു ചാൻസ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ള അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് സമനർ. ആൻഡ് ദ യോമാൻ റിപ്ലൈസ് ഹി ഈസ് എ തീഫ്. ഞാനൊരു തീഫാണ്. ആൻഡ് ദ സമനർ ആക്സെപ്റ്റ്സ് ദാറ്റ് ഹി ഡസ് ദ സെയിം. അപ്പോൾ യോമാൻ ഒരു തീഫാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സമനറും ആ ട്രൂത്ത് ആക്സെപ്റ്റ് ചെയ്യാണ്, ഞാനും ഒരു തീഫാണ് എന്നുള്ളത്. ബോത്ത് ബിക്കംസ് ഫ്രണ്ട്സ്. അപ്പോൾ രണ്ട് കള്ളന്മാർ ഫ്രണ്ട്സായി. യോമാൻ ഫൈനലി ഡിക്ലയേഴ്സ് ദാറ്റ് ഹി ഈസ് എ ഡെവിൾ ഫ്രം ഹെൽ. കുറേ ഫ്രണ്ട്ഷിപ്പ് അവർ കുറേ ഡിസ്കസ് ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ യോമാൻ പറയുന്നു, ഞാൻ ആക്ച്വലി ഒരു യോമാൻ അല്ല, ഞാൻ ഒരു ഡെവിളാണ്, ഹെല്ലെന്ന് വന്നിട്ടുള്ള ഒരു ഡെവിളാണ്. സമനർ ആസ്ക്സ് അബൌട്ട് ഹിസ് ഹ്യൂമൻ ബോഡി. ഡെവിളാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഹ്യൂമൻ ഷേപ്പ് കിട്ടി എന്നുള്ളത് ആ സമനർ ഡെവിളിനോട് ചോദിച്ചപ്പോൾ ഡെവിൾ പറയുന്നത്, എനിക്ക് ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു ഹ്യൂമൻ ബോഡിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് സംടൈംസ് ഡെവിൾസ് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഗോഡ്സ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നു.
and the devil tells the summoner that he will visit him again to give more details about hell. ഹെല്ലിനെ കുറിച്ചൊക്കെ സമനർ ചോദിക്കുന്നു. അപ്പോൾ പിന്നീട് കാണുമ്പോൾ ഹെല്ലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം, എവിഡൻസസ് ഒക്കെ തരാം എന്നുള്ളത് ആ ഡെവിൾ ഓർ യോമാൻ സമനറോട് പറയുന്നു. ദേ ഡിസൈഡ് ടു കണ്ടിന്യൂ ദ ജേർണി ആൻഡ് ജോബ് ടുഗെദർ. കുറേ സംസാരിച്ചു, ആ ഡെവിൾ പോകാൻ നിന്നപ്പോൾ ഈ സമനർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവമുള്ള ആളുകളാണ്, അപ്പോൾ നമുക്ക് ഇനി തുടർന്നും ഒരുമിച്ച് പോയാൽ എന്താ എന്ന് അവർ സമനർ ചോദിക്കുന്നു. അങ്ങനെ ദേ ഡിസൈഡ് ടു കണ്ടിന്യൂ ദെയർ ജേർണി ടുഗെദർ. പോകുന്ന വഴിക്ക് ദേ സി എ കാർട്ടർ. അയാളുടെ വെഹിക്കിൾ മഡിൽ അമർന്നിരിക്കുകയാണ്. ദ വെഹിക്കിൾ ഇസ് സ്റ്റക്ക് ഇൻ ദി മഡ് and the frustrated carter says that the devil may take the horses. കുറേ ആ മഡിന്ന് ഹോഴ്സിനെ അല്ലെങ്കിൽ ആ കുതിര വണ്ടിയെ പൊക്കിയെടുക്കാൻ ആ കാർട്ടർ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടപ്പോൾ he frustrated and says that the devil may take the horses. ഇനി ചെകുത്താനെടുത്തോട്ടെ ആ കുതിരകളെ എന്ന് ഇത്രയും ദേഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞു. The summoner, by hearing this, asked the devil to take the horses. ഇത് ഡെവിൾ ആൻഡ് ദ സമനർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാർട്ടർ ആ പറയുന്നത് കേട്ടപ്പോൾ സമനർ ആ ഡെവിളിനോട് എന്നാൽ പിന്നെ ആ കുതിരകളെ നീ എടുത്തോ എന്ന് പറയുന്നു. ബട്ട് ദ ഡെവിൾ റിപ്ലൈസ് ദാറ്റ് ദ കാർട്ടർ ഡസ് നോട്ട് ട്രൂലി മീൻ വാട്ട് ഹി സേസ്. എന്താണ് പറഞ്ഞത് അത് ശരിക്കും അദ്ദേഹം ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല, ആ ഒരു ടെൻഷനും ദേഷ്യമൊക്കെ വന്നപ്പോൾ പറഞ്ഞു പോയതാണ് എന്ന് ആ ഡെവിൾ സമനറോട് പറയുന്നു. ദ ഡെവിൾ ആസ്ക്ഡ് ദ കാർട്ടർ ടു പ്രേ ടു ഗോഡ്. നിങ്ങൾ ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുമെന്ന് ആ കുതിരവണ്ടി മഡിന്ന് പുറത്തെടുക്കാൻ പറ്റും എന്ന് പറയുന്നു. ദ ഹോഴ്സസ് പുൾ ദ വെഹിക്കിൾ ഫ്രം ദി മഡ്. കുറേ ശ്രമത്തിന് ശേഷം കുതിരകൾ ആ കുതിരവണ്ടി മണ്ണിന്ന് പൊക്കിയെടുക്കുന്നു. അങ്ങനെ ദേ റീച്ച് ദ ഓൾഡ് വുമൺ ആൻഡ് ഗിവ് ഹെർ എ നോട്ടീസ് ടു അപ്പിയർ ബിഫോർ ദി ആർച്ച് ഡീക്കൺ. ആർച്ച് ഡീക്കണിൻ്റെ മുന്നിൽ അപ്പിയർ ചെയ്യണം എന്നുള്ള നോട്ടീസ് സമനർ ആ ഓൾഡ് വുമണിന് കൊടുക്കുകയാണ്. ഷീ റെഫ്യൂസസ് ബൈ സേയിങ് ദാറ്റ് ഷീ ഈസ് സിക്ക് ആൻഡ് കനോട്ട് ട്രാവൽ. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അസുഖമാണ് എന്നുള്ള കാര്യം ആ ഓൾഡ് വുമൺ പറയാണ്. ഷീ റിക്വസ്റ്റ് സമനർ, ഞാൻ ആർച്ച് ഡീക്കണ് കൊടുക്കേണ്ട എമൗണ്ട് നിങ്ങൾക്ക് തരാം ടു റെപ്രസെൻറ്റ് ഹെർ ടു ദ ആർച്ച് ഡീക്കൺ. സോ ഞാൻ തന്നതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതൊന്ന് പേ ചെയ്യുമോ എന്ന് സമനറോട് ആ ഓൾഡ് വുമൺ ചോദിക്കുന്നു. ബട്ട് ഹീ ഡിമാൻഡ്സ് 12 pence. അതിന് പകരമായിട്ട് 12 pence ആണ് സമനർ തിരിച്ച് ചോദിച്ചത്. ഷീ റെഫ്യൂസസ് ബിക്കോസ് ടു ഹെർ ദ എമൗണ്ട് ഇസ് ടു ഹൈ. 12 pence എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു എമൗണ്ടാണ്, അതെനിക്ക് പേ ചെയ്യാൻ പറ്റില്ല എന്ന് ആ ഓൾഡ് വുമൺ സമനറോട് പറയുന്നു. സമനർ ടേക്സ് ഹെർ ന്യൂ പാൻ ഫ്രം ഹെർ ബൈ ക്ലെയിമിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഫൈൻ ഫോർ ചീറ്റിംഗ് ഹെർ ഹസ്ബൻഡ്. അവർ ലക്ഷറിയാണ് ചെയ്തിരിക്കുന്നത്, വ്യഭിചാരം. ഹസ്ബൻഡ് ഉണ്ടായിരിക്കെ വേറൊരാളോട് ഒരു അഫെയർ ഉണ്ടാക്കി, അപ്പോൾ അതൊരു ചീറ്റിംഗ് കേസാണ്. സോ ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്തതിൻ്റെ ഒരു ഫൈൻ എന്നുള്ള രീതിയിൽ സമനർ ടേക്സ് ഹെർ ന്യൂ പാൻ. ഷീ കേഴ്സസ് ദ സമനർ ബൈ സേയിങ് ദാറ്റ് ഷീ വിൽ ഗിവ് ഹിസ് ബോഡി ടു ഡെവിൾ. നിൻ്റെ ബോഡി ഡെവിള് കൊണ്ടുപോകട്ടെ, അല്ലെങ്കിൽ നിൻ്റെ ബോഡി ഡെവിളിന് കൊടുക്കും എന്നുള്ള രീതിയിൽ അവർ കേഴ്സ് ചെയ്യാണ് സമനറിനെ. ബൈ ഹിയറിങ് ദിസ് ദ ഡെവിൾ ആസ്ക്ഡ് ദ സമനർ ടു കം ടു ഹെൽ വിത്ത് ഹിം. സോ ഞാൻ ഹെല്ലിലേക്ക് പോകുന്ന ഒരാളാണ്, ഡെവിള് പറയാണ്. സോ ആ ലേഡി കേഴ്സ് ചെയ്തത് കൊണ്ട് തന്നെ ഇന്ന് എൻ്റെ കൂടെ ഹെല്ലിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ആ ഡെവിൾ സമനറേയും കൂട്ടി ഹെല്ലിലേക്ക് പോവുകയാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രയേഴ്സ് ടെയിൽ തുടങ്ങിയ സമയത്ത് സമനർ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. സമനേഴ്സിനെ കുറിച്ചിട്ടാണ് ടെയിൽ എങ്കിൽ
അത് നെഗറ്റീവായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ, അൺകോംപ്ലിമെൻ്ററി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ, തിരിച്ച് സമനറിൻ്റെ ചാൻസ് വരുമ്പം സമനർ പറയുന്ന സ്റ്റോറി ഫ്രയർക്ക് എതിരായിരിക്കും, ഫ്രയേഴ്സിനെ നെഗറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റോറീസ് ആയിരിക്കും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടു ഫ്രയേഴ്സ് ടെയിലിൽ സമനറിനെ നെഗറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്ത ഒരു സ്റ്റോറി ആയിരുന്നു. സോ സമനറിൻ്റെ ടേൺ വന്നിരിക്കുകയാണ്. സോ നമുക്ക് അറിയാം സമനർ ഫ്രയേഴ്സിനെതിരായിട്ട് അൺകോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും പറയാൻ പോകുന്നുണ്ടാവുക. ഹി അറ്റാക്ക് ഓൺ ഫ്രയർ who had delivered an uncomplimentary story about summoners. But the summoner's tale തുടങ്ങുകയാണ്. There is a greedy friar. In his sermons, he begs for donations for the church. ചേർച്ച് ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് ഓരോരോ സെർമൻസ് കഴിയുമ്പോഴും ആ ഗ്രീഡി ഫ്രയർ ആളുകളുടെ ഇടയിൽ നിന്ന് ഡൊണേഷൻസ് പിരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് ഫ്രയർ ഇൻട്രപ്റ്റ്സ് ബൈ കോളിംഗ് ദ സമനർ ലയർ. ലയർ എന്ന് വിളിച്ചുകൊണ്ട് ഫ്രയർ ഇൻട്രപ്റ്റ് ചെയ്യാണ്. കാരണം ഫ്രയേഴ്സിനെതിരായിട്ടാണ് സമനർ പറയാൻ പോകുന്നത്. ആ സമയം ഹോസ്റ്റായിട്ടുള്ള ഹാരി ബെയ്ലി സൈലൻസ് ദി ഫ്രയറിനോട് മിണ്ടാണ്ടിരിക്കാൻ പറയാണ്. സോ പറഞ്ഞു തുടങ്ങിയ സ്റ്റോറി സമനർ കണ്ടിന്യൂ ചെയ്യാണ്. പറഞ്ഞു ഗ്രീഡി ഫ്രയർ ഉണ്ടായിരുന്നു. ഫ്രയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളിയിൽ അച്ഛൻ എന്നൊക്കെ പറയില്ലേ, മങ്കാണ് ചേർച്ചിലെ. അപ്പോൾ ഫ്രയറിനെ കുറിച്ചാണ് പറയുന്നത്. ദർ ഈസ് എ ഗ്രീഡി ഫ്രയർ ആൻഡ് ഹീ begs for donation for the church. He continues to beg house by house and finally reach the house of Thomas. ഓരോരോ വീടുകളായിട്ട് കയറി ഇറങ്ങുകയാണ് ഫ്രയർ ഫോർ ഡൊണേഷൻസ്. At last he reached the house of Thomas. Thomas is bedridden, അതായത് വളരെ സിക്ക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, ബെഡ്രിഡൻ ആണ്. അപ്പോൾ തോമസിൻ്റെ അടുത്ത് പോയിട്ട് ദ ഫ്രയർ begs for donation. പിന്നെ അവർ കുറേ സംസാരിക്കുന്നുണ്ട്, കുറേ ലെക്ചേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ ഫ്രയർ ഓർഡേഴ്സ് എ മീൽ ഫ്രം തോമസ് വൈഫ്. തോമസിൻ്റെ വൈഫ് ഫ്രയറിനോട് കുറേ കാലമായാലോ കാണാണ്ട് എന്നൊക്കെ ചോദിച്ചു കുറേ സംസാരിക്കുന്നതിനിടയിൽ തോമസിൻ്റെ വൈഫിനോട് ഫ്രയർ ഒരു നല്ലൊരു മീൽ റെഡിയാക്കിക്കോ, ഞാനിന്ന് ഇവിടുന്ന് കഴിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോഴാണ് തോമസിൻ്റെ വൈഫ് അവർക്ക് നഷ്ടപ്പെട്ട മകനെ കുറിച്ച് പറയുന്നത്. റീസെൻ്റ്ലി മരിച്ചുപോയ ഒരു ചൈൽഡ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവരുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യാണ് വൈഫ്. As a reply, the friar tells Thomas' wife that he had a revelation about the child's death and the child entered heaven and his followers also have the same vision. സോ കുട്ടി മരിച്ചതിൻ്റെ വിഷമമൊക്കെ പറയുന്ന സമയത്ത് തോമസിൻ്റെ വൈഫിനോട് ഫ്രയർ പറയാണ്, എനിക്ക് ആ കുട്ടി മരിക്കും എന്നുള്ള കാര്യം നേരത്തെ അറിയായിരുന്നു, വിഷമിക്കേണ്ട, ആ കുട്ടി ഹെവനിലേക്കാണ് പോയിരിക്കുന്നത്, എനിക്ക് മാത്രമല്ല എൻ്റെ ഫോളോവേഴ്സിനും ഇതേ വിഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നു. ആൻഡ് വീണ്ടും തോമസിനോട് ഡൊണേഷൻ ബെഗ് ചെയ്ത സമയത്ത് തോമസ് ടെൽസ് ദാറ്റ് ഹി ഹാസ് ഗിവൺ മെനി പൗണ്ട്സ് ടു വേരിയസ് ഫ്രയേഴ്സ്. മറ്റ് ഫ്രയേഴ്സിനൊക്കെ ഞാൻ വേണ്ടത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള രീതിയിൽ തോമസ് പറയുന്നു. ദ ഇറിറ്റേറ്റഡ് ഫ്രയർ സ്റ്റാർട്ട്സ് ഹിസ് ലെക്ചർ. അത് പറഞ്ഞപ്പോൾ ആ ഫ്രയർ കുറേ സ്റ്റോറീസ് പറയാണ്, കുറേ ലെക്ചേഴ്സ് എടുക്കുകയാണ്. ഫസ്റ്റ് ഒരു കിങ്ങിൻ്റെ സ്റ്റോറി പറയുന്നു. ദ കിങ് ഹു സെൻറ്റൻസ്ഡ് 3 nights to death. ചെറിയൊരു സംശയത്തിൻ്റെ പേരിൽ 3 നൈറ്റ്സിനെ കൊന്നുകളയുന്ന കിങ്ങിനെ കുറിച്ച് പറയുന്നു. ദെൻ ഹി ഡിസ്ക്രൈബ്സ് ദ സ്റ്റോറി ഓഫ് അനദർ ഡ്രങ്കഡ് കിങ് ഹു കിൽഡ് ദ സൺ ഓഫ് എ നൈറ്റ്. ഒരു കുടിയനായിട്ടുള്ള കിങ്ങിൻ്റെ കഥ പറയുന്നുണ്ട്. കിങ്ങിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് ഉണ്ട്. ആ നൈറ്റ് കിങ്ങിൻ്റെ കുടി കൺട്രോൾ ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഇങ്ങനെയാണെങ്കിൽ രാജാവിന് കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ കൺട്രോളൊക്കെ പോകും എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് എല്ലാ കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി ആ നൈറ്റിൻ്റെ തന്നെ മകനെ അമ്പെയ്ത് കൊല്ലുകയാണ് ആ കിങ് ചെയ്യുന്നത്. Then he talks about the Persian king Cyrus who destroyed the river because one of his horses drowned in it.
ഒരു ഹോൾസ് മുങ്ങി മരിച്ചു എന്നുള്ള കാരണം കൊണ്ട് ആ മുഴുവൻ നദിയെ ഇല്ലാണ്ടാക്കിയ ഒരു പേർഷ്യൻ കിങ് ആണ് സൈറസ്. സോ സൈറസിൻ്റെ കഥയും ഈ ഫ്രയർ തോമസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. തോമസ് tells to the friar that he has a gift for the friar. ഫ്രയറിന് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആൻഡ് is ready to give that gift only if the friar divides it equally between each of the friars. എല്ലാ ഫ്രയറിനും കൃത്യമായിട്ട് ആ ഗിഫ്റ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ആ ഗിഫ്റ്റ് തരൂ എന്ന് തോമസ് ഫ്രയറിനോട് പറയുന്നു. ദ ഫ്രയർ അഗ്രീസ്. നല്ലൊരു ഗിഫ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫ്രയറിൻ്റെ ദേഹത്തേക്ക് തോമസ് ലെറ്റ് ഔട്ട് എ ലൗഡ് ഫാട്ട്. ഉറക്കിയ ഒരു ഫാട്ട് വിടുകയാണ് തോമസ്. ആൻഡ് ടെൽസ് ടു സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു 12. ഈ ഫാട്ട് 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ ഫ്രയറിനും കൊടുക്കണമെന്ന് തോമസ് ഫ്രയറിനോട് പറയുന്നു. ദ ഫ്രയർ ബിക്കംസ് ആംഗ്രി ആൻഡ് കംപ്ലയിൻസ് ടു ലോർഡ്. ലോർഡിൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്യാണ് ഫ്രയർ. ആ ഫാട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ലോർഡ്സിൻ്റെ സ്ക്വയർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫ്രയറിന്. They suggest the friar to take a cartwheel and tell 12 friars to sit at the end of each spoke. ഒരു കാർട്ട് വീൽ എടുക്കുക. കാർട്ട് വീൽ എന്ന് പറഞ്ഞാൽ കുതിരവണ്ടിയുടെ ചക്രം ഉണ്ടല്ലോ, അതെടുക്കുക. ആൻഡ് 12 ഫ്രയേഴ്സിനെ അതിൻ്റെ ഓരോരോ സ്പോക്കിൻ്റെയും അറ്റത്ത് ഇരുത്തുക. അപ്പോൾ നടുവിൽ ഹോളായിരിക്കുമല്ലോ. അപ്പോൾ ആ ഫ്രയറിനോട് അതിൻ്റെ കാർട്ട് വീലിൻ്റെ മിഡിലിരിക്കാൻ പറയുന്നു. ദെൻ ദ ഫ്രയർ ക്യാൻ സിറ്റ് ഇൻ ദ മിഡിൽ ആൻഡ് ഫാട്ട്. ആ തോമസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അതേപോലൊരു ഫാട്ട് മിഡിലിരുന്നു കൊണ്ട് ആ ഓരോരോ സ്പോക്കിൻ്റെ ഉള്ളിലൂടെയും വിടാൻ പറയുന്നു. അപ്പോൾ ഹോളോ ആയിട്ടുള്ള അകം പൊള്ളയായിട്ടുള്ള ആ സ്പോക്കിൻ്റെ ഉള്ളിലൂടെ അറ്റത്തിരിക്കുന്ന ഓരോരോ ഫ്രയറിനും ആ ഫാട്ടിൻ്റെ സ്മെല്ല് കിട്ടും. So each friars will get the smell of fart equally through the spoke. Here the summoner satirizes all the friars. Actually നേരത്തെ ഫ്രയർ സമനേഴ്സിനെ കളിയാക്കിയതിൻ്റെ അധികം സമനർ തിരിച്ച് ഫ്രയേഴ്സിനെ കളിയാക്കുകയാണ്. സമനർ സatirizes all the friars. എല്ലാ ഫ്രയേഴ്സിനെയും മൊത്തത്തിൽ പരിഹസിക്കുകയാണ് സമനർ.